രണ്ടാം പിണറായി സർക്കാർ 2.5 വർഷം തികച്ചതിനെ തുടർന്നുള്ള മന്ത്രിസഭാ പുനഃസംഘടനയിലാണ് ഗതാഗത മന്ത്രിസ്ഥാനം ആന്റണി രാജുവിൽ നിന്നും കെ ബി ഗണേഷ് കുമാറിന്റെ കൈകളിലേക്ക് എത്തുന്നത്. സമീപകാലത്ത് മാറി മാറി വന്നിട്ടുള്ള മന്ത്രിമാരും വകുപ്പ് തലവന്മാരും അടക്കമുള്ളവർ പരിശ്രമിച്ചിട്ടും താഴോട്ട് തന്നെ വളരുന്ന KSRTCയുടെ മുഖം മിനുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ് തനിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി എന്ന് അറിഞ്ഞു തന്നെയായിരുന്നു ഗണേഷ് മന്ത്രി കസേരയിൽ ഇരുന്നതും. മന്ത്രിയായ ശേഷം തൻ്റെ വകുപ്പിൽ നിരവധി പരിഷ്കാര പദ്ധതികൾ തുടങ്ങി വാർത്തകളിൽ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ കളം നിറയാനും ഗണേഷിന് സാധിച്ചിരുന്നു. KSRTCയുടെ സുഗമമായ നടത്തിപ്പും നിലവിലെ കോർപ്പറേഷനുമായ പ്രശ്നങ്ങൾക്കുമെല്ലാം എന്ന് പരിഹാരം കാണുമെന്ന ചോദ്യങ്ങൾ നിലനിൽക്കുന്നതിനിടെ ഇപ്പോൾ പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് KSRTC. KSRTCയുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളാണത്. കുറഞ്ഞ നിരക്കിൽ മികച്ച നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം എന്ന ആശയവുമായാണ് KSRTC ഡ്രൈവിംഗ് പരിശീലന രംഗത്തേക്ക് ഇറങ്ങുന്നത്. തിരുവനന്തപുരം ആനയറയിലെ KSRTCയുടെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് ജൂൺ 26-നാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിർദ്ദേശിക്കുന്ന അക്രഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിംഗ് സെന്ററുകളുടെ മാതൃകയിൽ ഒരുക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ 23 കേന്ദ്രങ്ങളിലായാണ് ആരംഭിക്കുന്നത്. ഇതിൻ്റെ തുടക്കമെന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ 14 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പരിശീലനം തുടങ്ങുക. KSRTCയുടെ വിവിധ ഡിപ്പോകളിലാണ് ആധുനിക സൗകര്യങ്ങൾ അടക്കമുള്ള ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുക. KSRTC ഡ്രൈവർമാർക്കടക്കം പരിശീലനം നൽകുന്ന വിദഗ്ധരായ പരിശീലകരെ അടക്കം ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിലൂടെ ഉന്നത നിലവാരമുള്ള ഡ്രൈവർമാരെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. കൂടാതെ നിലവിൽ സ്വകാര്യ മേഖലയിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളേക്കാൾ കുറഞ്ഞ ചെലവിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യം കൂടി പദ്ധതിക്ക് പുറകിലുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ 40% ഇളവിലാണ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ പഠിക്കുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങളിൽ 6000 രൂപയോളം ഫീസ് ആവശ്യമാകുന്നിടത്ത് 3500 രൂപയ്ക്ക് KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും പരിശീലനം നേടാൻ സാധിക്കും. കാർ ഡ്രൈവിംഗ് പഠനത്തിന് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകൾ 12 മുതൽ 14,000 രൂപ വരെ ഫീസ് വാങ്ങുമ്പോൾ 9,000 രൂപയാണ് KSRTC ഡ്രൈവിംഗ് സ്കൂളിലെ ചാർജ്. ഹെവി വാഹനങ്ങളുടെ പരിശീലനത്തിനും 9,000 രൂപ തന്നെയാണ് ഫീസ്. കൂടാതെ ഇരുചക്ര വാഹനവും കാറും പഠിക്കുന്നതിന് 11,000 രൂപയുടെ സ്പെഷ്യൽ പാക്കേജുമുണ്ട്. ഇതുകൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് കൂടുതൽ ഫീസ് ഇളവുകളും ലഭ്യമാക്കും. ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഡ്രൈവിംഗ് പരിശീലനവും നേടാൻ സാധിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ വലിയ എതിർപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ KSRTC മുഖേന ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന് പ്രസക്തിയേറെയാണ്. ശമ്പള വിതരണമടക്കം KSRTCയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം എന്ന നിലയിലടക്കം പ്രഖ്യാപിച്ച പദ്ധതികളുടെ തുടക്കമെന്ന നിലയിൽ കൂടിയാണ് ഡ്രൈവിംഗ് പരിശീലന പരിപാടികളുടെ ആരംഭം. കൂടാതെ വരുന്ന ഓണത്തിനോടനുബന്ധിച്ച് KSRTCയുടെ പ്രീമിയം സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള പുതിയ സർവീസുകൾ തുടങ്ങാനും വകുപ്പ് ലക്ഷ്യം വെക്കുന്നുണ്ട്.